എന്താണ് എവല്യൂഷണറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഈ ക്രൈം സിനിമകളൊക്കെ കാണുമ്പോഴേ അതിനകത്ത് ഈ വലിയ ബോർഡിനകത്ത് ഈ പ്രതിയായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കുകളൊക്കെ ഇങ്ങനെ നൂല് വെച്ച് ഇങ്ങനെ കെട്ടി പോകുന്നതൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ക്രൈം ത്രില്ലർ സിനിമകളൊക്കെയാണ്, ഡിറ്റക്റ്റീവായിട്ടുള്ള സിനിമകളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അതുപോലെ ഈ ഓർഗാനിസത്തെയും അതിൻ്റെ എവല്യൂഷനെ പറ്റി കണക്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഒരു എവല്യൂഷണറി ട്രീ കിട്ടിയത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന അനിമൽസ്, ഫംഗസ്, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ, ആർക്കെ, ബാക്ടീരിയ, ഇതിൻ്റെയൊക്കെ പൂർവികരാരാണ്, പൂർവികരെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിച്ച് പോയപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ഓർഗാനിസത്തിനും ഒരു കോമൺ ആയ ഒരു ആൻസിസ്റ്റർ ഉണ്ട്. ആരുണ്ട്? ഒരു കോമൺ ആയ ആൻസിസ്റ്റർ ഉണ്ട്. അതിനാണ് നമ്മൾ LUCA എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? LUCA. ഈ നീല ഡോട്ടാണ് LUCA എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. അതായത് നമ്മൾ ഓരോ ഓർഗാനിസവും പിന്നെ മനസ്സിലാക്കുക, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. നമ്മളിതിനെ കണ്ടെത്തിയിട്ടൊന്നുമില്ല, നമ്മൾ കണ്ടെത്തി വരും എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോഴും റിസർച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്ത് സാധനം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്. അതായത് നമ്മളിങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിങ്ങനെ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടെത്തി വെച്ചേക്കുന്നതാണ്. തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല, നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എന്ത് LUCA എന്ന് പറയുന്നത്. ഓക്കെ, LUCA. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? എല്ലാ ഓർഗാനിസത്തിൻ്റെയും എവല്യൂഷനെ പറ്റി നമ്മൾ പഠിച്ച് പോയപ്പോൾ കുറേ ഓർഗാനിസങ്ങൾ തമ്മിൽ കുറേ മുമ്പോട്ടൊക്കെ പോകുമ്പോൾ ഇവർ തമ്മിൽ കുറേ കണക്ഷനുണ്ട്. ഏതാണ്ട് ഒരുപോലെ ഇത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഫംഗസും അനിമേലിയും, ഇത് ഇവിടെ നോക്കി, ഫംഗസും അനിമേലിയും എന്താ ഇവിടെ വന്ന് കൂടി ചേർന്നിരിക്കുന്നത് ഇവിടെ ഉള്ള റെഡ് ഡോട്ടിലാണ്. ഇതിനെ MRCA എന്ന് വിളിക്കും. അതായത് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. എന്തുവാണ്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. അതായത് എവല്യൂഷൻ തിയറി അനുസരിച്ച് ഫംഗസിനും അനിമൽസിനും ഒരു മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചാണ് ഫംഗസും അനിമൽസും ഉണ്ടായതെന്നാണ് പറയുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗസ് ആയാലും അനിമൽസ് ആയാലും ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവർ സ്വന്തമായിട്ട് ഗ്രീൻ പ്ലാന്റ്സിനെ പോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യത്തില്ല. മറ്റു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അതൊരു കോമൺ ഫാക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് രണ്ടുപേരുടെയും സ്ട്രക്ചറിനകത്തും കുറേയൊക്കെ എന്തുണ്ട്? സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവർ രണ്ടുപേരും ഒരു മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് വന്നതാണ്. ഇനി അതുപോലെ നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രോട്ടിസ്റ്റ, നമ്മുടെ പാരമീസിയം പോലെയുള്ള ജീവികൾ, പ്ലാന്റ്, ഫംഗസ്, അനിമൽസ്, ഇതിനെല്ലാത്തിനും കൂടെ എന്തുണ്ട്? ഒരു കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ട്. അതിനെ യൂകാരിയ അല്ലെങ്കിൽ യൂകാരിയോട്ട് എന്ന് പറയും. എന്ത് വിളിക്കും? യൂകാരിയ അല്ലെങ്കിൽ യൂകാരിയോട്ട് എന്ന് വെച്ചാൽ ഇവരുടെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു മെമ്പറൈനുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഒരു മെമ്പറൈൻ്റെ കവറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളതിനെ എന്ത് വിളിക്കും? യൂകാരിയോട്ടിക് സെല്ലുകൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? യൂകാരിയോട്ടിക് സെല്ലുകൾ. അപ്പോൾ പറഞ്ഞ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇത് പറയുമ്പോൾ ആ കൺഫ്യൂഷൻ സ്വാഭാവികമാണ്, പേടിക്കേണ്ട. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഓരോ ഓർഗാനിസത്തിൻ്റെ എവല്യൂഷനെ പറ്റി നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് 1-2 ഓർഗാനിസങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററിനെ കിട്ടാറുണ്ട്. അതിനാണ് നമ്മൾ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഉദാഹരണം, അനിമൽസിനും ഫംഗസിനും ഒരു മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അടുത്ത് നമ്മൾ ഈ കാണുന്ന പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫംഗസ്, അനിമൽസ്, ഇവർക്കെല്ലാം കൂടി ഒരു മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അത് നമുക്ക് യൂകാരിയ എന്ന് വിളിക്കാം. ഇവരൊക്കെ യൂകാരിയ. ഇനി അതുപോലെ നോക്കിക്കണ്ടോ, ഈ ആർക്കിയ എന്ന് പറയുന്ന സാധനം ഇതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. എന്താണ്? ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. എന്ന് വെച്ചാൽ ഒറ്റ സെല്ലേ ഉള്ളൂ. അതിനെന്തില്ല? ന്യൂക്ലിയസ് കവറിംഗ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഈ ആർക്കിയ എന്ന് പറയുന്ന സാധനം നമ്മൾ അധികം കാണത്തില്ല. ഈ മാർഷി ഏരിയാസിലൊക്കെ കാണുന്ന ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്, ബാക്ടീരിയ പോലെ ഇരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി ഈ ആർക്കിയയ്ക്ക് ആരുമായിട്ട് അധികം ബന്ധമില്ല, ബാക്ടീരിയ ആയിട്ടല്ല, നമ്മൾ യൂകാരിയോട്ടിക് ആയിട്ടുള്ള സെല്ലുകളുമായിട്ടാണ് എന്ത് ബന്ധം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. അങ്ങനെ നമ്മൾ ഈ പറയുന്ന എല്ലാ ഓർഗാനിസത്തെയും ട്രേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു LUCA കിട്ടും. അതായത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയും. അത് ബാക്ടീരിയയ്ക്കും എല്ലാത്തിനും ഒന്നാണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ബിഗ് ബാങ് തിയറിയിലോട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു സെല്ല് വന്നു, സെല്ല് ഡിവൈഡ് ചെയ്ത് പലതായിട്ട് മാറി, ആ പലതായിട്ട് മാറിയതിന് വ്യത്യാസം വന്നു, വ്യത്യസ്തമായിട്ടുള്ള ഓരോ സ്പീഷീസ് ആയിട്ട് മാറി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. സെറ്റാണേ? അപ്പോൾ ഇതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസങ്ങൾക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ഉണ്ട്. ആ ആൻസിസ്റ്റർ വന്നു,
അതിന് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ സംഭവിച്ചതിൽ നിന്ന് പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറി. ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ആർക്കിയ ആൻഡ് യൂകാരിയ ഷെയർ എ കോമൺ ആൻസിസ്റ്റർ ദാറ്റ് ബാക്ടീരിയ ഡു നോട്ട്. അല്ലേ, ആർക്കിയയ്ക്കും യൂകാരിയയ്ക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ആർക്കിയയ്ക്കും യൂകാരിയയ്ക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ആർക്കിയ യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആണെങ്കിലും അതിന് ആരുമായിട്ട് സാമ്യത ഇല്ല. ബാക്ടീരിയ ആയിട്ടല്ല, നമ്മൾ ഈ പറയുന്ന യൂകാരിയോട്ടിക്, അതായത് സെല്ലിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും മെമ്പറൈൻ ബൗണ്ടഡ് ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസങ്ങളുമായിട്ടാണ് സാമ്യത. അങ്ങനെ നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ എവല്യൂഷൻ ട്രീ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, എവല്യൂഷൻ ട്രീ എന്ന് പറയുന്നത്. എന്താ കണ്ടോ എവല്യൂഷൻ ട്രീ? എന്താണ് എവല്യൂഷൻ ട്രീ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? എവല്യൂഷൻ ട്രീ അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മേജർ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതിൽ ബ്ലൂ ഡോട്ട് എന്ന് പറയുന്നത് LUCA ആണ്. അതായത് എന്തായിരിക്കും, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. അതെന്താണ്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ആൻഷ്യൻറ്റ് കോമൺ ആൻസിസ്റ്റർ ഓഫ് ഓൾ ദ ലൈഫ് ഫോംസ്. അല്ലേ, ഏറ്റവും പഴയത് 4-5 ബില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി MRC എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഡോട്ട് കാണിക്കുന്നത് എന്താണ്, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ആയിരിക്കും. അതായത് എന്തായിരിക്കും, ബ്രാഞ്ചിങ് പോയിന്റ്, അല്ലെ, രണ്ട് ഓർഗാനിസങ്ങൾ തമ്മിൽ ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, സ്പ്ലിറ്റ് ചെയ്ത് പോയത്. അല്ലെങ്കിൽ അവർക്കിടയിൽ എന്ത് സംഭവിച്ചത്, സ്പീസിയേഷൻ സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്, സ്പീസിയേഷൻ സംഭവിച്ചത്. എന്താണ് അപ്പോൾ സ്പീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അപ്പോൾ അത് പറയുന്നതിന് മുന്നേറ്റ് ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സംഭവം ഞാൻ പറഞ്ഞ ബാക്ടീരിയയും ആർക്കിയും യൂകാരിയയുടെയും കേസാണ്. ഇതെല്ലാം എന്തിനകത്ത് വരും, യൂകാരിയക്കകത്ത് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നോക്കടാം, ഒരു സ്ഥലത്ത് വെച്ച് ഓർഗാനിസങ്ങൾ എന്തായിട്ട് മാറി, രണ്ടായിട്ട് മാറി. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഓർഗാനിസങ്ങളായിട്ട് മാറി. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്പീസിയേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, സ്പീസിയേഷൻ. ഇത് ബാക്ടീരിയ ഫംഗസുമായത് വെച്ച് എക്സാമ്പിൾ പറയാം, നമുക്ക് സിമ്പിളായിട്ടുള്ള കേസ് ഞാൻ പറയാം. അപ്പോൾ എന്താണ് സ്പീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവല്യൂഷൻ നടക്കുന്ന മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പീസിയേഷൻ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, എവല്യൂഷൻ നടക്കുന്ന ആ ഒരു മെക്കാനിസത്തെ. സ്പീസിയേഷനിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന റിച്ച് ആയിട്ടുള്ള നമ്മുടെ ഭൂമിയിൽ കാണുന്ന ജൈവ വൈവിധ്യത അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, ഇതുണ്ടാവാൻ കാരണം എന്താണ്, സ്പീസിയേഷനാണ്. ഇതിന് എക്സാമ്പിൾ വെച്ച് പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ എക്സാമ്പിളോട്ട് വരാം. നമ്മുടെ ഡാർവിൻ്റെ ഫിഞ്ചസ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാം. ഡാർവിൻ ഫിഞ്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഡാർവിൻ്റെ ഫിഞ്ചുകൾക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്ററാണ്. എന്താണ് ഉണ്ടായിരുന്നത്, ഒരു കോമൺ ആൻസിസ്റ്ററാണ് ഉണ്ടായത്. ഈ കോമൺ ആൻസിസ്റ്ററിന് കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇതിനകത്ത് വേരിയേഷനൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ചില കാരണങ്ങളാൽ ഇവർ എന്ത് ചെയ്തു, പരസ്പരം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. പരസ്പരം ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് ഒരു സെറ്റ് ഓഫ് കുരുവികളെ ഞാനെടുത്ത് ഒരു ഐലൻഡിൽ കൊണ്ടുപോയി. വേറൊരു സെറ്റിനടുത്ത് വേറൊരു ഐലൻഡിൽ കൊണ്ടുപോയി. വേറൊരു സെറ്റിനടുത്ത് വേറൊരു ഐലൻഡിൽ പോയി. ഇവർ വേറൊരു ഐലൻഡിലും പോയി. എന്നിട്ട് ഇവിടെയാണ് ഇവർ താമസിക്കുന്നത്. ഇവർ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇവർ പരസ്പരം ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വീണ്ടും ഇത് എന്ത് ചെയ്യാണ്, ഇത് കുട്ടിയിട്ട് അത് വീണ്ടും കുട്ടിയായി ഇങ്ങനെ എന്ത് ചെയ്യാണ്, വർഷങ്ങൾ കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ ആവശ്യം എന്താണോ, അല്ലെങ്കിൽ ഈ ഐലൻഡിൻ്റെ സാഹചര്യം എന്താണോ, അതിന് ഉതകുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കും നേച്ചർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കാക്ടസ് ഉള്ളിടത്ത് കൂർത്ത ബീക്കുള്ള ഫിഞ്ചുകൾ വളർന്നു, ബാക്കിയുള്ളതൊക്കെ കുത്തുകെട്ടി ചത്തുപോയി. ഇൻസെക്റ്റിനുള്ളിടത്ത് ഇൻസെക്റ്റുകളെ പിടിച്ച് തിന്ന് ജീവിക്കാൻ മാത്രം പറ്റുന്ന സ്ഥലത്ത് ഇൻസെക്റ്റുകളെ പിടിച്ച് തിന്നാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബേർഡ്സ് ആണ് കൂടുതൽ സർവൈവ് ചെയ്ത്, ബാക്കിയുള്ളവർ മരിച്ചുപോയി. അങ്ങനെ ഓരോ ഐലൻഡിലും അവരുടെ സാഹചര്യത്തിനൊത്ത ആൾക്കാർ എന്ത് ചെയ്തു, സർവൈവ് ചെയ്തു, ബാക്കിയുള്ളവർ പോയി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആ പറയുന്ന സ്ഥലത്തിന് യോഗ്യരായിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ആ യോഗ്യരായിട്ടുള്ള ബേർഡ്സ് അവിടെ വന്നു. അവർ ഇവോൾവ് ചെയ്തു. അവർക്കിടെ വീണ്ടും വേരിയേഷൻ ചെറിയ രീതിയിൽ സംഭവിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളായിട്ട് അവർ മാറി. പ്രശ്നം, ഇവരെല്ലാം വന്നതൊരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണെങ്കിലും ഇവർ പരസ്പരം ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അതായത് ഇവർക്ക് തമ്മിൽ പരസ്പരം ഒരു ബന്ധവും ഇല്ല. അതായത് ഫർദർ കുറേ കൂടി ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഇവരെ പരസ്പരം, അതായത് ഇവരെല്ലാം ഒരു ഇതിൽ നിന്ന് വന്നതാണല്ലോ, അപ്പോൾ ഇവർക്ക് പരസ്പരം ക്രോസ് ബ്രീഡ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. പക്ഷേ ഇവരിങ്ങനെ ഒരു സ്ഥലത്ത് ഐസൊലേറ്റ് ആയി പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നിരിക്കട്ടെ. അതായത് ഇവർക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്പരം ബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള ഓരോന്നായിട്ട് മാറും. അങ്ങനെ ഇവർ ഓരോന്നും എന്തായിട്ട് മാറും, ഓരോ സ്പീഷീസുകളായിട്ട് മാറും. ലോജിക്ക് അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. കരടി എന്ന് പറയുന്ന ജീവി, അത് ലോജിക്കലി അല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. ഒരു കരടി ഉണ്ടായിരുന്നു. കരടിക്ക് 2 മക്കളുണ്ടായിരുന്നു. ഓക്കെ, 2 കരടികൾ. അതിലൊരു കരടിക്ക് കുറച്ച് രോമം കൂടുതലായിരുന്നു, ഒരു കരടിക്ക് കുറച്ച് രോമം കുറവായിരുന്നു. രോമം കൂടുതലുള്ള കരടി നേരെ എങ്ങോട്ട് പോയി, നമ്മുടെ ഹിമപ്രദേശങ്ങളിലോട്ട് പോയി, നോർത്ത് പോളിലോട്ട് പോയി. രോമം കുറഞ്ഞ കരടി എങ്ങോട്ട് പോയി, ഇക്വേറ്ററിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ അവരവിടെ പോയിട്ട് കുടുംബമായി താമസിച്ച് അവിടെ വേറെ കരടികളുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഈ പറയുന്ന
പോളാർ റീജിയനിലുള്ള കരടി നല്ല വെള്ള രോമമൊക്കെ ഉള്ള നല്ല ഫറൊക്കെ ഉള്ള എന്തായിട്ട് മാറി? പോളാർ ബിയർ അഥവാ ഹിമക്കരടിയായിട്ട് മാറി. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കരടി ആ വെയിലത്തൊക്കെ നിന്ന് കറുത്ത നമ്മുടെ രോമമുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന കരടിയായിട്ട് മാറി. രണ്ട് കരടിയും വന്നത് ഒരു കരടിയിൽ നിന്നാണെങ്കിലും ഇവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള സ്പീഷീസ് അല്ലേ? പോളാർ കരടി ഒന്ന്, സാധാ കരടി ഒന്ന്. ഈ ഒരു ലോജിക്ക്, ഇതിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് കേട്ട ഒരു ബയോളജി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഓടിച്ചെടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പീസിയേഷൻ എന്ന് പറയും. അതായത് ഒരു സ്പീഷീസ് അതിന് കോമൺ ആയിട്ടുള്ള രണ്ട് പേരുണ്ട്. ഇതെവിടെ നോക്കിക്കോ, അതാണ് ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നോക്കിക്കോ, although members of a population can produce offsprings with differences through reproduction, they remain as a single species. അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രോമമുള്ള കരടിയും രോമമില്ലാത്ത കരടിയും ഉണ്ടായത് ഒരേ കരടിയിൽ നിന്നാണ്. രണ്ടുപേരും തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്ത് പോകാനായിട്ടൊക്കെ പറ്റും. അതായത് അവരിപ്പോൾ എന്താണ്? ഒരു സ്പീഷീസ് ആണ്. ഇനി ഇഫ് ദ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഗെറ്റ് ഐസൊലേറ്റഡ്, ഇവർ ഐസൊലേറ്റഡ് ആയി പോവുകയാണ്, പരസ്പര ബന്ധമില്ലാതെ ദൂരെ രണ്ട് സ്ഥലങ്ങളിലോട്ട് പോവുകയാണ്. ഫ്രം ഈച്ച് അതർ ബൈ എക്കോളജിക്കൽ ഓർ അതർ ഫാക്ടേഴ്സ്, പല ഫാക്ടേഴ്സ് കൊണ്ട് നടന്നോട്ടെ. ഇനി അവിടെ എത്തിക്കഴിയുമ്പോൾ മ്യൂട്ടേഷനിലൂടെ, നാച്ചുറൽ സെലക്ഷനിലൂടെ, ജീൻ റീകോമ്പിനേഷനിലൂടെ എക്സെട്ര ഉള്ള കാര്യങ്ങൾ നടക്കുകയും എന്ത് പറ്റുന്നു? അവർക്ക് പലതരം വേരിയേഷൻ ഉണ്ടാവുകയും ഈ വേരിയേഷൻ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, തണുപ്പ് സ്ഥലത്ത് പോയ കരടിക്ക് എന്ത് ചെയ്യുന്നു? രോമങ്ങളുടെ എണ്ണം കൂടുന്നു. അല്ലെങ്കിൽ കട്ടി രോമമുള്ള കരടി കുട്ടികളായിരിക്കും പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? സർവൈവ് ചെയ്യുന്നത്. കട്ടി കുറഞ്ഞ രോമമുള്ളതൊക്കെ ചത്തുപോകും. അതുപോലെ ഐസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഐസ് എന്ന് വെച്ചാൽ വെള്ള നിറത്തിൽ, അല്ലെ അതിൽ കറുത്ത രോമമുള്ള കരടിക്ക് ഒരിക്കലും പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ, ഓടിക്കാൻ പറ്റുമോ? കാരണം ഇതിനെ ദൂരെ നിന്നെ കാണാൻ പറ്റും. വെള്ള ഐസ് അല്ലേ, അതിൻ്റെ കൂടി കറുത്ത ജീവി ഓടി വന്നാൽ എല്ലാ ജീവിയൊക്കെ മനസ്സിലാവും, അതുങ്ങൾ ഓടി രക്ഷപ്പെടും. വെള്ള രോമമുള്ളതാണെങ്കിൽ എന്ത് പറ്റും? അതിനവിടെ നിന്ന് ഒളിച്ചു വരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളത് സർവൈവ് ചെയ്തു. അങ്ങനെ, അതായത് വേരിയേഷൻ, വെള്ള രോമമുള്ള കരടി എന്ന വേരിയേഷൻ, കട്ടി രോമമുള്ള വെള്ളക്കരടി എന്ന വേരിയേഷൻ സർവൈവ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. ഇനി ഈക്വേറ്ററിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ വെള്ളക്കരടിക്ക് നിൽക്കാൻ പറ്റുമോ? അവിടെ ഇല്ല, കട്ടിയുള്ള രോമത്തിൻ്റെ ആവശ്യമില്ല. സോ അവിടെ കറുത്ത കരടിയാണ് സർവൈവ് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റും? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ when the members of a species become unable to reproduce new offsprings mutually, they will evolve as different species. അപ്പോൾ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് വ്യത്യസ്തരായ സ്പീഷീസും ഇവരെ പിന്നീട് അടുത്ത് കൊണ്ടുവന്ന് ഇവർക്ക് പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എത്തിക്കഴിയുമ്പോൾ അവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ സ്പീഷീസുകളായിട്ട് മാറുന്നു. ഇപ്പോൾ കുരങ്ങനും മനുഷ്യനും രണ്ട് സ്പീഷീസ് ഒന്നിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ടിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. അല്ലെ, ചിമ്പാൻസിയും ഒക്കെ മാറിയിട്ടാണ് മനുഷ്യനുണ്ടായത്. ഇപ്പോൾ മനുഷ്യൻ വേറെയാണ്, ചിമ്പൻസി വേറെയാണ്. രണ്ടും കൂടി ഒരുമിച്ച് പോകാറുണ്ടോ? ഇല്ല. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇതിനെയാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ, കുറേ എക്സാമ്പിളൊക്കെ പറയുന്ന കാര്യം മനസ്സിലായി കാണും അല്ലേ? എന്താ സ്പീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീസിയേഷൻ ഈസ് ദ റീസൺ ഫോർ ദ റിച്ച് ബയോഡൈവേഴ്സിറ്റി. ആയിക്കോട്ടെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഇത് ഈ രണ്ട് പോയിന്റ് നേരത്തെ നിന്ന് വന്നതാണ്. മോസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ഇത് വന്നതാണ്. നോക്കിയേ, റീപ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ്. Reproduction in a population process produces offsprings with minor variations, but they still belong to the same species. അവർ സെയിം സ്പീഷീസിലായിരിക്കും. അതിലേതെങ്കിലും ഒന്ന് ഐസൊലേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ അതിലെന്ത് പറ്റും? വേരിയേഷൻ ഉണ്ടാവുകയും ആ വേരിയേഷൻ അക്യുമുലേറ്റ് ചെയ്യുകയും സമയം കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ഫർദറായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻബ്രീഡ് ചെയ്യാൻ പറ്റാതെയും ആവുന്ന അവസ്ഥ എത്തുമ്പോഴേക്കും ഇവരെന്തായിട്ട് മാറും? രണ്ട് വ്യത്യസ്തമായ സ്പീഷീസ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പീസിയേഷൻ എന്ന് വിളിക്കുന്നത്. വെൻ ഇൻബ്രീഡിംഗ് ഈസ് നോട്ട് പോസിബിൾ, ദ ഗ്രൂപ്പ്സ് ആർ കൺസിഡർഡ് ആസ് ന്യൂ സെപ്പറേറ്റ് സ്പീഷീസ് ആൻഡ് ദിസ് ഇസ് കോൾഡ് സ്പീസിയേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഭാഗം കഴിയുന്നു. എന്തൊക്കെ വരുന്നു അതിനകത്ത്? LUCAയും MRCAയും കമ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. LUC എന്ന് വെച്ചാൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്ററും MRCA മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്ററും ആണ്. എന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്താണ് LUC എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ സിംഗിൾ സെൽഡ് ഓർഗാനിസം ഫ്രം വിച്ച് ഓൾ ദ ലൈഫ്സ് ഓൺ ദി എർത്ത് ഈസ് തോട്ട് ടു ഹാവ് ബീൻ ഡിസെൻഡഡ് ഫ്രം. അല്ലെ, ഇവിടെ നിന്നാണ് യൂണിവേഴ്സിലുള്ള എല്ലാ ഓർഗാനിസവും ഫോം ചെയ്തതെന്ന് കരുതപ്പെടുന്നത്. അതാണ് LUCA. MRCA എന്ന് വെച്ചാൽ എന്താണ്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ആണ്. അതെന്തായിരിക്കും? റെഫേഴ്സ് ടു ദ ഇൻഡിവിജ്വൽ who is the most closest common ancestor to a group of people in a family tree. ഒരു ഫാമിലി ട്രീയിലെ തൊട്ട് മുമ്പത്തെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ജീവി ഏതാണോ അതാണ് MRCA. എന്നാൽ ഓർഗാനിസങ്ങളുടെ എല്ലാത്തിൻ്റെയും ആദ്യത്തെ ഫോമാണ് LUCA എന്ന് പറയുന്നു. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് വേരിയേഷൻ ഇൻ ഓർഗാനിസംസ്. ഓർഗാനിസത്തിൽ വേരിയേഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഒന്ന് ഇവിടെ കിടക്കുന്നു, ചോദ്യം ഇവിടെ കിടക്കുന്നു. വേരിയേഷൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് ക്രോസിംഗ് ഓവർ, അതുപോലെ റീകോമ്പിനേഷനുമാണ് ജനറ്റിക്കലായിട്ടുള്ള റീസൺസ്. ഇതിന് പുറമേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും റാൻഡം ആയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടും എന്ത് പറ്റും? വേരിയേഷൻസ് ഓർഗാനിസത്തിൽ സംഭവിക്കാം. ഓക്കെ, ഓർഗാനിസത്തിൽ വേരിയേഷൻസ് എന്ത് ചെയ്യാം? സംഭവിക്കാം. അതായത് രണ്ടാമത്തെ ചോദ്യം മിസ്സായിപ്പോൾ അല്ലേ? വിച്ച് ഇസ് ദ കാറ്റഗറി ഓഫ് ദ ഓർഗാനിസംസ് ദാറ്റ് ഈസ് നിയറസ്റ്റ് ടു ഫംഗസ്? വൈ? ഫംഗസിനടുത്ത് വരുന്ന ഏതാണ്? അത് അനിമൽസ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല,
മറ്റ് മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്നതാണ്. മാത്രമല്ല എന്തായിരിക്കും, ബോത്ത് അനിമൽസ് ആൻഡ് ഫംഗി റിലേ ഓൺ എക്സ്റ്റേണൽ സോഴ്സസ് ഫോർ നറിഷ്മെൻറ്റ്. അഡീഷണലി അനിമൽസ് ആൻഡ് ഫംഗസ് ഷെയർ സിമിലർ സെൽ സ്ട്രക്ചർ ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും എന്ത് വന്നത്, ഒരു MRCAയിൽ വന്നത്. പിടികിട്ടുന്നുണ്ടല്ലോ. അടുത്ത് സ്പീഷീസ് ഫോർമേഷൻ സഹായിക്കുന്ന കാരണം എന്താണ്, സ്പീസിയേഷൻ എന്താണെന്നുള്ള ചോദ്യമാണ്. ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്, ഇത് തന്നെയാണ് കാരണം. ഓക്കെ, ഹൗ ഡു ദീസ് സർക്കംസ്റ്റാൻസസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, സ്പീസിയേഷൻ നടക്കുന്നു അല്ലേ, ഐസൊലേഷൻ സംഭവിക്കുന്നു, സെപ്പറേറ്റ് ആവുന്നു, വേരിയേഷൻ സംഭവിക്കുന്നു, അതിലൂടെ എന്ത് ചെയ്യുന്നു, പുതിയൊരു സ്പീഷീസ് ഉണ്ടാകും.